No. 2. 9. Yeah. One more to go. Acha, odia. 9. അയ്യോ ശരിക്കും 300,000 മുകളിലാവണം. ഒന്നും കൂടെ കിട്ടും. അതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാള് താത്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അല്ലേ? ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അങ്ങനെ നമ്മള് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ എന്തിനാ ആരോടും നന്ദി പറയുന്നത്? നിങ്ങളോട് മാത്രമാണ്. കാരണം ഇത്രയും പെട്ടെന്ന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്താൻ കാരണക്കാരൻ നിങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ട്രസ്റ്റും അതൊക്കെ തന്നെയാണ് അതിന്റെ പുറകിൽ വിജയം എന്ന് പറയുന്നത്. 2 വർഷം 4 മാസമായിട്ടുണ്ട് വീണാസ് കറി വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഒരു അച്ചീവ്മെന്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെയും ജാൻ്റെയും മക്കളുടെയും പേരിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ്. കാരണം ഓരോരുത്തരുടെ പേര് എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം അത്രയും പേരുടെ സപ്പോർട്ട് സ്നേഹം ഇതിന് പുറകിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു, എപ്പോഴും എല്ലായ്പ്പോഴും. അപ്പോൾ ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേര് വീണാസ് കറി വേൾഡ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് മുതൽ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ കിണ്ണത്തപ്പം അല്ലേ? അപ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് നല്ല റെസിപ്പി കിട്ടുമ്പോൾ, പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായും ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ അതിന് പുറകിൽ ഞാൻ കുറേ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം നല്ലൊരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് എൻ്റെ നാട്ടിൽ, എൻ്റെ അമ്മയൊക്കെ. പക്ഷേ ഇവിടെ വെച്ച് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും പെർഫെക്ഷനൊന്നും ഇവിടുത്തെ അരിപ്പൊടി വെച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനം അരി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി അരിപ്പൊടി വെച്ച് ചെയ്യാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ ഇതാണ് എനിക്ക് പെർഫെക്ഷനായി തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് ഞാൻ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കിണ്ണത്തപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. വാലന്റൈൻസ് ഡേ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചേട്ടൻ എനിക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. എന്നോട് പറഞ്ഞേക്കണം എന്താണെന്നറിയാമോ? 23-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്നാലും എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ തരികയാണെങ്കിൽ അടുത്ത ആനിവേഴ്സറിക്ക് പിന്നെ നിനക്ക് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചക്കരി നിങ്ങൾ എന്നോട് ഇന്നലെ കുറെ പേര് പിള്ളേർ പറഞ്ഞായിരുന്നു ചേട്ടൻ എന്തെങ്കിലുമൊക്കെ വിനിച്ചിക്ക് വാങ്ങിച്ചിരുന്നു. എനിക്ക് പറഞ്ഞോട് മക്കളെ, ചേട്ടൻ ഇത്ര വർഷമായിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ താമസിക്കുന്നത്, ഒരു മാറ്റമില്ല. എനിവേ എന്തായാലും സ്നേഹം ഉണ്ടല്ലോ, നമുക്കത് മാത്രം മതി. അപ്പോൾ ടാറ്റ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് അരിയാണ്. ഇത് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെള്ളമില്ലാതെ വെച്ചിരിക്കുന്ന അരിയാണിത്. ഇപ്പോൾ ചിലർ ചോദിക്കാം പച്ചരിക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും അരി യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇഡ്ഡലിയൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ ഞാനത് ഉണ്ടാക്കി നോക്കാത്ത കാരണം അത് പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. ഞാനിവിടെ കട്ടി തേങ്ങാപ്പാല് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 240 ml ഗ്ലാസ്സിൽ 1.5 കപ്പ് തേങ്ങാപ്പാല്. അപ്പോൾ ഞാനത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബോക്സില്ലേ, ഇതുപോലത്തെ 3 ബോക്സ് തേങ്ങ, അതായത് ഒരു ബോക്സ് നമ്മൾ അളന്ന് നോക്കി കഴിഞ്ഞാൽ 1 ഗ്ലാസ് തേങ്ങ കാണുള്ളൂ. അങ്ങനെ 3 ഗ്ലാസ് തേങ്ങ മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങയാണത്. അതുകൊണ്ട് അതിന്റെ തണുപ്പൊക്കെ മാറ്റി അതിനുശേഷം 3 ഗ്ലാസ് നാളികേരത്തില് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞപ്പോൾ ഇതുപോലെ 1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാല് നമുക്ക് കിട്ടി. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നന്നായി പിഴിഞ്ഞെടുത്താൽ മതി. അതായത് 3 ഗ്ലാസ് തേങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഗ്രൈൻഡറിൽ ഇടാൻ പറ്റില്ല ഒരുമിച്ച്. വലിയ ബൗളിൽ പകുതിയായിട്ട് ഇടുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുക. വീണ്ടും ബാക്കിയുള്ള തേങ്ങയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്ത് അങ്ങനെ ഇരിക്കുന്ന 1.5 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാല് കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാല് റെഡി ആയിട്ടുണ്ട്, അരി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, അതുപോലെ അല്പം ഉപ്പ്, പിന്നെ വേണ്ടത് നല്ല ജീരകം. ഞാനിപ്പോൾ മിക്സിയിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കൂടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പൊ ഞാനിവിടെ വളരെ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരപ്പാല് മൊത്തത്തില് 1.5 ഗ്ലാസ് ആദ്യം ഒഴിക്കാൻ പാടില്ല. നമുക്ക് അറിയുന്ന രീതിയിലുള്ള നാളികേരപ്പാല് ആദ്യം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാനൊരു 1/2 ഗ്ലാസ്
നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അരച്ച് നോക്കാം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. കാരണം ഒരുപാട് മൊത്തത്തിൽ നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരി അരയില്ല, ഒരുപാട് സമയം പിടിക്കും അരഞ്ഞു കിട്ടാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം അരയ്ക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം കിണ്ണത്തിൽ ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ വെറുതെ ഒന്ന് തൂയി കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ എൻ്റെ മക്കൾക്ക് ജീരകം കടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അരച്ചാൽ മതി. ചിലവർ ഇതിലേക്ക് ഏലക്ക പൗഡർ ഇടാറുണ്ട്, ചുക്ക് ഇടാറുണ്ട്. ഓരോ ഏരിയയിലേക്ക് ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അത്ര നല്ല ജീരകം മാത്രം ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പൊ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അത് അരച്ചെടുക്കട്ടെ. ഞാനിപ്പോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് നാളികേരപ്പാൽ ഒഴിച്ച് ആദ്യം അരച്ചു, പിന്നെ വീണ്ടും 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ 1 ഗ്ലാസ് നാളികേരപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിന് ഒരു തരി പോലും ഇതിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഞാനിപ്പോ മധുരം നോക്കിയപ്പോൾ 3 ടേബിൾ സ്പൂൺ മധുരം പോരാ നമുക്ക്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടി ഞാൻ അരച്ചിട്ട് വരട്ടെ, കാരണം അല്ലെങ്കിൽ പഞ്ചസാര അലിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അരച്ചത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയും തിക്നെസ് പാടില്ല നമ്മുടെ മാവിന്, അതുകൊണ്ടാണ് ഞാൻ 1.5 ഗ്ലാസ് നാളികേരപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഇച്ചിരി മുന്നിട്ട് മധുരം നിന്ന് കഴിഞ്ഞാലാണ് സ്റ്റീം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മധുരം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ സെറ്റ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള നാളികേരപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ 1 ഗ്ലാസ് നാളികേരപ്പാലാണ് അരച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ ഇത്ര തിക്നെസ് പാടില്ല നമ്മുടെ ബാറ്ററിന്, അതുകൊണ്ട് ബാക്കിയുള്ള 1/2 ഗ്ലാസ് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ. ലൂസായിട്ടുണ്ട്, നല്ല ലൂസായിട്ടിരിക്കണം. അതായത് സ്പൂണിന്റെ ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ വര കാണണം എന്ന് പറയും. അപ്പൊ നമുക്ക് വരയ്ക്കുമ്പോൾ വര കാണുന്നുണ്ട്. അപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ പൊടി വെച്ചിട്ടുണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം എനിക്ക് കിട്ടുന്നില്ല. നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല. ഇവിടുത്തെ പൊടി വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല, അതുകൊണ്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി വെച്ചുണ്ടാക്കി നോക്കിക്കോളൂ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് ഇതാണ് താല്പര്യം. മധുരമൊന്ന് നോക്കട്ടെ. എനിക്ക് ഇത് പാകമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ബാറ്റർ ഈ ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കൊണ്ടും ഉണ്ടാക്കി എടുക്കാം. പക്ഷെ ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, 1 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ എനിക്ക് ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു 3 മണിക്കൂർ അടച്ചു മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ അപ്പൊ നമ്മുടെ മാവ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ 3 മണിക്കൂർ എടുത്ത് മാറ്റി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, സ്റ്റീൽ പ്ലേറ്റ് 3 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം മതി, ഒരുപാട് വെളിച്ചെണ്ണ പാടില്ല. എത്രയാണ് നമുക്ക് മാവുണ്ട് അതിനനുസരിച്ച് പ്ലേറ്റിന്റെ എണ്ണം കൂട്ടാം. ചെറിയൊരു അളവിൽ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് തിക്കായിട്ടുള്ള, ഒരുപാട് വലിയ തിക്കായിട്ടുള്ളതല്ല നമ്മുടെ കിണ്ണത്തപ്പം എന്ന് പറയുന്നത്, തിന്നായിട്ടുള്ളതാണ്. ചെറിയൊരു തിക്നെസ്സേ വരാൻ പാടുള്ളൂ നമ്മുടെ കിണ്ണത്തപ്പത്തിന്, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിവിടെ ഒരു 3 തവി മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സ്റ്റീം ഇതിലേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ചെയ്യുന്നത്. ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്യാതെ ഒരു പ്രാവശ്യം ഇതേപോലെ സ്റ്റീം ചെയ്തെടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാം, മുകളിലൊരു ലെവലായിട്ട് വന്നില്ല, ഈവനായിട്ട് വരാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടയ്ക്കുന്നത് കേട്ടോ. നമ്മൾ ബ്രെഡ് പുഡിങ് ചെയ്തില്ലേ അതുപോലെ തന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഫോർക്ക എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. എന്നാലും അത്യാവശ്യം ഇതിനുള്ളിലേക്ക് സ്റ്റീം കടക്കാൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹോൾസ് ഇടുന്നത് കേട്ടോ. ഇത് മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സ്റ്റീം ചെയ്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചോളൂ. ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് വെക്കാൻ പോകുന്നത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഇതങ്ങ് സ്റ്റീം ചെയ്തെടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു വലിയൊരു കടായി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു വളയം പോലെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പ്ലേറ്റ് ഇതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തിരി ഹൈറ്റുള്ള ഒരു ഇത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്ലേറ്റോ എന്തെങ്കിലും കട്ടിയുള്ള പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടും സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കിണ്ണത്തപ്പത്തിന്റെ പ്ലേറ്റ് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പോവാണ്. തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം വരാൻ തുടങ്ങുന്ന സമയത്ത് മാത്രം അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ചതിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും നമുക്കിത് നന്നായി കിണ്ണത്തപ്പം വെന്ത് കിട്ടാൻ. വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അതായത് പ്ലേറ്റിന്റെ താഴെ നിൽക്കാനേ പാടുള്ളൂ വെള്ളം, എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ആദ്യത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് വെള്ളം വറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മളെ കിണ്ണത്തപ്പത്തിലോട്ടൊക്കെ ഇങ്ങനെ ഓവറായിട്ട് വെള്ളം കയറും. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ വെന്തിട്ടുണ്ടോന്ന്. പിന്നെ വെള്ളം കുറഞ്ഞു തുടങ്ങി നമ്മുടെ പാത്രത്തില്.
നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. തൊട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും കുക്ക് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു അളവിൽ ചെയ്തിട്ടുള്ള ഒരു 3 പ്ലേറ്റിലേക്കുള്ള കിണ്ണത്തപ്പം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ രണ്ടാമത്തത് ഞാൻ വെച്ചിട്ടുണ്ട്, ഇതും ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. മൂന്നാമത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഇതില് ജീരകം വെറുതെ അരച്ച് ചേർത്തിരിക്കുന്നത്. അതേസമയം നാട്ടിലൊക്കെ എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇതേപോലെ വെറും ജീരകം, നല്ല ജീരകം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ അത് താല്പര്യമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഒരു ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന കിണ്ണത്തപ്പത്തിന്റെ ഒരു ലുക്ക് വരും, ജീരകം കൂടെ കാണുമ്പോൾ. അപ്പോൾ ഇത് ഒരെണ്ണത്തിന് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കട്ടി പാല് വേണം ഇതിലേക്ക്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, കട്ടിപ്പാലാണ് ഞാൻ ആകെ അരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ വെള്ളം ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മുടെ രണ്ടാമത്തെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ കൂടെ, കിണ്ണത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കത്തി ഓടിച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ റെഡി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, നല്ല സ്റ്റീമാണ്. അപ്പൊ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നല്ല കട്ടിയുള്ള ടർക്കി ടവലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലൗസ് ഇട്ടിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും കൂടുതൽ സമയം വെച്ചിട്ട് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇതേപോലെ തന്നെ എടുക്കുക, പതുക്കെ എടുക്കുക പ്ലേറ്റിൽ നിന്ന്, അങ്ങനെ വേറെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല ടെക്സ്ചറാണ്, കണ്ടില്ലേ. നമ്മുടെ ജീരകം ഇട്ടിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തണുത്തതിന് ശേഷം മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി വളരെ ഈസിയാണ്, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നോക്കി, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, നല്ല തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തളർന്നു പോകണം, അതാണ് റിയൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തിക്നെസ്സേ പാടുള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴും കിണ്ണത്തപ്പം വളരെ തിന്നായിട്ടാണ് ഉണ്ടാക്കേണ്ടത്, ഒരുപാട് തിക്കായിട്ടുള്ള, അതായത് കള്ളപ്പത്തിന്റെ സൈസിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഒരു പീസ് എടുത്തിട്ട്. വായയിൽ വെച്ച് അലിഞ്ഞു പോകണമെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നവ്യ ബേക്കറിലത്തെ അത്ര എത്തിയില്ലെങ്കിലും ഏകദേശം ഒരു 95% നവ്യ ബേക്കറിയുടെ അതേ രീതിയിൽ ടെക്സ്ചറും ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. മധുരം കുറച്ചും കൂടെ കൂടുതലാണ് ആ ബേക്കറി നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിലെ മറ്റുള്ളവരുടെ എല്ലാവരും ഇഷ്ടം അനുസരിച്ച് മധുരം കുറച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മധുരം കൂട്ടിക്കൊടുത്തോളൂ. അപ്പോൾ 4 ടേബിൾ സ്പൂണിന് പകരമായിട്ട് നിങ്ങൾക്ക് 6 മുതൽ 7 ടേബിൾ സ്പൂണൊക്കെ മിക്കവാറും വേണ്ടി വരും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കി എന്തെങ്കിലും വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചോളും. പുറത്ത് വയ്ക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ വളിച്ചു പോകും സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാലാണ് ചേർത്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മൾ അടിപൊളിയായിട്ടുള്ള നാടൻ തൃശ്ശൂർ സ്റ്റൈലിൽ കിണ്ണത്തപ്പം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. പിന്നെ നമ്മുടെ അഡ്മിൻസിന്റെ ഒരു കവിത ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും കൂടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള കവിതയാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ സനം ആണ് പാടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പിള്ളേര് വിശ്വസം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വൺസ് അഗെയിൻ താങ്ക് യു. ഹായ്, ഞാൻ വർഷ വിനോദ്. ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ കുവൈറ്റിലാണ് ഉള്ളത്. കുക്കിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ വീണാസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് കുക്കിംഗ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ചേച്ചിയുമായി പരിചയപ്പെട്ടു. ഇപ്പോൾ ആ സൗഹൃദം വളർന്ന് കറി വേൾഡിൻ്റെ ഫാൻസ് ക്ലബിൻ്റെ അഡ്മിൻ എന്ന സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. ഒരു ഡിഷ് നമുക്ക് തരുമ്പോൾ ചേച്ചി എടുക്കുന്ന എഫർട്ടിങ് നന്നായിട്ട് അറിയാം. ചേച്ചി ഇപ്പോൾ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ചേച്ചി ഇതിലും ഉയരങ്ങളിലെത്തും. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഫെമിന, കറിവേൾ ഫാൻസ് പേജ് അഡ്മിൻസിൽ ഒരാളാണ്. നമ്മുടെ വീണാസ് കറിവേൾ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ വീണച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വീണാസ് കറി വേൾഡിൻ്റെ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിടുന്ന ഈ വേളയിൽ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. വീണയും വീണയുടെ കറി വേൾഡും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞാൻ വീണയുടെ ഗ്രൂപ്പിലെ കറി വേൾഡിലെ ഒരു അഡ്മിനാണ്. എൻ്റെ പേര് സുനന്ദ. വീണ പറയണ സുനന്ദ മേമ ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ബൈ. ഹായ്, എൻ്റെ പേര് സനം. ഞാൻ കറി വേൾഡ് ഫാൻസ് ഗ്രൂപ്പിലെ അഡ്മിൻസിൽ ഒരാളാണ്. നമ്മുടെ കറി വേൾഡ് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് വീണേച്ചി, ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയുടെ നല്ല നല്ല റെസിപ്പീസിന്റെ കൂടെ തന്നെ ചേച്ചിയുടെ സ്നേഹം, ചേച്ചിയുടെ ഹാർഡ് വർക്ക്, ചേച്ചിയുടെ സംസാരം എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഓരോ വീഡിയോസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല കറി വേൾഡിലെ ഡിഷസ്
നമുക്ക് എന്നും വീട്ടില് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് ആണ്. കറിവേൾഡ് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ചേച്ചിക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. പാചകലോകത്തിൻ വാതിൽ തുറന്നു, കറിവേൾഡ് എന്ന പേരിൽ മനം കവർന്നു. സ്നേഹത്തിൻ പ്രതീകമായി വന്നൊരു നാട്ടുകാരി, വീണേച്ചി എന്ന് നാം വിളിക്കും നമ്മുടെ സ്വന്തം സഹോദരി, നമ്മുടെ സ്വന്തം പ്രിയ കൂട്ടാളി. അരികിലില്ലാതെയും അടുത്തു തന്നെ സ്പർശിക്കാതെ സ്പർശിച്ച മധുരമൊഴികളും, അമ്മ രുചിയുടെ കൂട്ടുകൾ ചേർത്തിണക്കിയ വിഭവങ്ങളുമായി പാചകക്കുറിപ്പുകൾക്കു കൂടെ സ്നേഹം വിളമ്പിയൻ വീണേച്ചി. മനസ്സിൽ നിറയെ നന്മകളും മനസ്സ് തുറന്ന ഓർമ്മകളും, നാടിൻ രുചികൾ പകർന്നും മറുനാടൻ രുചികൾ പകർന്നും, കാണാത്ത കേൾക്കാത്ത രുചികൾ പകർന്നു, തിരിച്ചു കിട്ടില്ലെന്നുറപ്പിച്ച ബാല്യകാല രുചികളും പകർന്നു തന്നു. എത്ര പറഞ്ഞാലും മതി വരില്ലൻ, കണ്ണുകൾ നിറയ്ക്കും സ്നേഹമാണെനിക്ക്. കാത്തിരിപ്പു ഓരോ താളുകൾക്കായി, അതിമധുരം നിറയും നിമിഷങ്ങൾക്കായി.